ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ ആദ്യത്തെ ദിവസത്തിൻ്റെ ബാക്കി ഭാഗമാണ്. ആദ്യത്തെ ഭാഗം കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണേ. അങ്ങനെ ഞങ്ങൾ കിച്ചിറ്റിക്കിപ്പിയിൽ നിന്ന് ഇപ്പം നേരെ പോകുന്നത് മുനിസിങ്ങിലേക്കാണ്. മുനിസിങ്ങിലാണ് നമ്മുടെ പിക്ചർഡ് റോക്സ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. മുനിസിങ് ഇതായപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. മുനിസിങ്ങിൽ നിന്ന് ഇതിൻ്റെ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്ന ഹോട്ടലും. ബാക്കി ചെയ്യാനുള്ള ആക്ടിവിറ്റീസും എല്ലാം അവിടെ തന്നെയാണ് ഉള്ളത്. ഇതാണ് മുനിസിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ടൗണ്. അപ്പോൾ ഇവിടെ തന്നെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. അതായത് ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഈ മെയിൻ ടൗണിലാണുള്ളത്. മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇവിടെ കയാക്കിംഗ് ഉണ്ട്, പിന്നെ പിക്ചർ റോക്സ് ടൂറുണ്ട്, അതുപോലെ ഷിപ്രക്ക് ടൂർസ് ഉണ്ട്, പിന്നെ കുറേ ട്രെയിൽസ് ഉണ്ട് നടക്കാനായിട്ട്. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ഞങ്ങളിവിടെയൊക്കെ ഒന്ന് എവിടേക്കാണ് ആക്ടിവിറ്റീസിൻ്റെ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നേരെ ഹോട്ടലിലേക്ക് പോയി. ഒരു 2 മണിയായപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ നമ്മളിവിടെ മുനിസിങ്ങിലെത്തിയിട്ടുണ്ട്. പിക്ചേർഡ് റോക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നുള്ള ഹോട്ടലിലാണ് എത്തിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് 2:30 കഴിഞ്ഞപ്പോഴേ ഇറങ്ങി പിക്ചർ റോക്സ് ടൂറിൻ്റെ ആ ഭാഗത്തേക്ക് എത്തി. ക്രൂസിൻ്റെ ഒരു മാപ്പാണിത്. അപ്പം ക്രൂസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ കാണുന്ന സ്ഥലങ്ങളൊക്കെയാണിത്. ലൈറ്റ് ഹൗസ്, സ്റ്റാൻഡ് പോയിൻറ്റ് ബീച്ച്, പിന്നെ അത് കഴിഞ്ഞ് മൈനേഴ്സ് കാസിൽ, പെയിൻറ്റഡ് കോവ്സ്, പിന്നെ ലവേഴ്സ് സ്ലീപ്പ്, റെയിൻബോ കേവ്, ഇന്ത്യൻ ഹെഡ്, ഗ്രാൻഡ് പോർട്ടൽ, അങ്ങനെ തുടങ്ങിയ കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാം. ഇതിനകത്ത് സ്പ്രേ ഫോൾസ് ഉണ്ട്. ഈ സ്പ്രേ ഫോൾസ് എല്ലാ ക്രൂസിലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിന് പ്രത്യേകം സ്പ്രേ ഫോൾസ് ക്രൂസും ഉണ്ട്, അതുപോലെ സൺസെറ്റ് സ്പ്രേ ഫോൾ ക്രൂസും ഉണ്ട്. ഈ 2 ക്രൂസിൽ പോയാൽ നമുക്ക് ആ ഒരു സ്പ്രേ ഫോൾസ് കാണാൻ പറ്റത്തുള്ളൂ. ക്ലാസിക് ക്രൂസ് ഉണ്ട്, അതിൽ പോയാൽ സ്പ്രേ ഫോൾസ് ഇൻക്ലൂഡഡ് അല്ല. ഞങ്ങൾക്ക് പോകാനുള്ള ക്രൂസ് വന്നിട്ടുണ്ട്. 2 ക്രൂസ് ഉണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഒരു ക്രൂസിൽ കയറാൻ അവർ പറഞ്ഞു. 2 ക്രൂസ് ഒരുമിച്ച് എടുക്കുന്നുണ്ടായിരുന്നു. ക്രൂസിൻ്റെ റൈറ്റ് സൈഡിൽ ഇരുന്നാലാണ് നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുക. അങ്ങനെ ആളുകളെല്ലാം കയറി. കൃത്യം 4 മണിയായപ്പോൾ തന്നെ ക്രൂസ് സ്റ്റാർട്ട് ചെയ്തു. The 7th largest island in the state of Michigan. There is 13,500 acres over there, and even 2 inland lakes. Compare its size to something you might know a little bit more about. Grand Island is roughly 4 times larger than Mackinac Island. It's about the same size as Manhattan Island, New York City. And for those of you ഈ പുള്ളിക്കാരൻ പറഞ്ഞത് ഗ്രാൻഡ് ഐലൻഡിനെ പറ്റിയാണ്. അത് ഇതിന് ഓപ്പോസിറ്റാണ്. അത് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് കാണുന്നുണ്ട്. ഈ കാണുന്നത് സാൻഡ് പോയിൻറ്റ് ബീച്ചാണ്. സൺ ബാത്തിങ്ങിനും അതുപോലെ തന്നെ ഈവനിങ് വാക്കിങ്ങിനും സൺസെറ്റ് എൻജോയ് ചെയ്യാനും ഒക്കെ പോപ്പുലർ ആയിട്ടുള്ളൊരു ബീച്ചാണ് സാൻഡ് പോയിൻറ്റ് ബീച്ച്. മിഷിഗൻ്റെ അപ്പർ പെനിൻസുലയിലുള്ള US നാഷണൽ ലേക്ക് ഷോറാണ് പിക്ചേർഡ് റോക്സ് ലേക്ക് ഷോർ. ലേക്ക് സുപ്പീരിയറിൻ്റെ തീരങ്ങളിലായിട്ട് ഏകദേശം 42 മൈൽസോളം ഇത് നീണ്ടു കിടക്കുന്നുണ്ട്. അവിടെ കാണുന്ന സാൻഡ് സ്റ്റോൺ ക്ലിഫിലൊക്കെ മിനറൽസിൻ്റെ സ്റ്റെയിൻ കാണാം. അപ്പോൾ ആ സ്റ്റെയിൻ്റെ അതൊക്കെ മൂലമാണ് പിക്ചേർഡ് റോക്സ് എന്ന പേര് തന്നെ രൂപപ്പെട്ടത്. പിക്ചർ റോക്സ് കൂടാണ്ട് നമുക്കിവിടെ കുറേ ബീച്ചസ് കാണാം, പിന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, ലൈറ്റ് ഹൗസ്, സാൻഡ് ഡ്യൂൺസ്, ഇതൊക്കെ കാണാം. ഈ ഒരു നാഷണൽ പാർക്കിനുള്ളിൽ തന്നെ 100 മൈൽസോളം കുറേ ട്രെയിൽസുകളുണ്ട്. അപ്പോൾ ആ ട്രെയിൽസൊക്കെ ഫോറസ്റ്റിനുള്ളിലൂടെ ആയിരിക്കും. അപ്പോൾ അതിലൂടെ പോയിട്ട് നമുക്ക് വേറെ കുറേ ലേക്സും അതുപോലെ തന്നെ ഈ ലേക്ക് സുപ്പീരിയറിൻ്റെ വേറെ വ്യൂസും, പിന്നെ ചെറിയ ചെറിയ അരുവികളും, പിന്നെ കാട് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്കിപ്പം ഈ കാണുന്ന ലേക്ക് റോക്ക് ഫോർമേഷൻ്റെയൊക്കെ അടുത്ത് പോയിട്ട് നമുക്ക് അതൊക്കെ കാണാനായിട്ട് പറ്റും, ചില ഫോർമേഷൻസിൻ്റെയൊക്കെ. പിന്നെ ഈ പാർക്ക് ഒരു മുഴുവൻ ഇയറും അത് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ വിൻ്റർ സമയത്തൊക്കെ വേറെ ആക്ടിവിറ്റീസ് ആയിരിക്കും കൂടുതലുള്ളത്. അത് ഐസ് ക്ലൈമ്പിങ്, സ്കീയിങ്, സ്നോ ഷോയിങ്, സ്നോ മൊബൈലിങ്, ഐസ് ഫിഷിങ്, അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ആയിരിക്കും വിൻ്റർ സമയത്തുള്ളത്. കുറേ ജിയോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മുടെ ഈ ഒരു പിക്ചർഡ് റോക്സ് ഉണ്ടാവാനായിട്ട് കാരണമായിട്ടുണ്ട്. അതായത് ഇപ്പം ഗ്ലേസിയേഴ്സ്, റോഷൻസ്, അതുപോലെ തന്നെ സെഡിമെൻ്റൽ ഡെപ്പോസിറ്റ്സ്, ഇതെല്ലാം ഈ ഒരു റോക്ക് ഇങ്ങനെ ആവാൻ സഹായിച്ചിട്ടുണ്ട്. അതായത് മില്യൺ വർഷങ്ങൾ എടുത്തിട്ടാണ് ഇങ്ങനെ റോക്ക് ഫോം ചെയ്യുന്നത്. ഇതാണ് മൈനേഴ്സ് കാസിൽ. പിക്ചേർഡ് റോക്കിലെ
കുറച്ചുകൂടെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു റോക്ക് ഫോർമേഷനാണ് മൈനസ് കാസിൽ. ഒരു കൊട്ടാരം പോലെയാണ് ഇത് തോന്നുന്നത്. പക്ഷേ 2006 ഇതിലുണ്ടായിരുന്ന 2 ഗോപുരങ്ങൾ തകർന്നുപോയി. അതിനുശേഷം അതിൻ്റെ രൂപത്തിൽ തന്നെ നല്ല മാറ്റങ്ങൾ വന്നു. ഈ റോക്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇറോഷൻ മൂലമൊക്കെയാണ് ഇങ്ങനെ ഫോം ചെയ്യുന്നത്. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കിച്ചിറ്റിക്കിപ്പിയിലെ വീഡിയോയിൽ അനിഷിനാബി എന്ന് പറഞ്ഞ ആൾക്കാർ, അപ്പോൾ അവരൊക്കെ ഈ ഒരു ഏരിയയിൽ 100 വർഷങ്ങളോളം ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1771 മിനറൽസ് തിരിഞ്ഞു വന്ന ചില തൊഴിലാളികളാണ് ഈ ഒരു മൈനസ് കാസിലിന് ഈ ഒരു പേര് കൊടുത്തത്. നമുക്ക് ഈ റോക്ക് ഫോർമേഷൻ്റെ അടുത്തെത്താം. അതിന് പ്രത്യേകം ട്രെയിലുണ്ട്. അപ്പോൾ അതുവഴി നടന്ന് നമുക്ക് ഇതിനടുത്തൊക്കെ എത്താം. ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട കുറച്ച് ഡെക്ക് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്ന് നമുക്ക് നല്ല വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാം. പിന്നെ ഇതുപോലെ ബീച്ചൊക്കെ ഉണ്ട് അതിന് അടുത്ത് തന്നെ. അപ്പോൾ ഇവിടെ പെറ്റ്സൊക്കെ അലൗഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റോക്ക് ഫോർമേഷനാണ് മൈനസ് കാസിൽ. ഈ കാണുന്നതാണ് പെയിൻറ്റഡ് കോവ്സ്. ഇവിടെ 200 അടി പൊക്കമുള്ള സാൻഡ് സ്റ്റോൺസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഭിത്തികളിലായിട്ട് പലതരത്തിലുള്ള മിനറൽസിൻ്റെ പാടുകൾ കാണാം. ഓരോ പാടുകൾക്കും, അതായത് ഓരോ കളറിനും ഓരോരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് ഓരോ മിനറലുകളാണ് ഓരോ കളറുകൾ. റെഡ് ആൻഡ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ അയണാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ബ്ലൂ ആൻഡ് ഗ്രീൻ കോപ്പറിനെ സൂചിപ്പിക്കുന്നു. പിന്നെ ബ്രൗൺ ആൻഡ് ബ്ലാക്ക് മാഗ്നീസ് ആണ്. വൈറ്റ് എന്ന് പറയുന്നത് ലെമണൈറ്റ് ആണ്. അങ്ങനെ കുറേ മിനറൽസ് നമുക്കിവിടെ കാണാം ഓരോ നിറങ്ങളിലായിട്ട്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, പിക്ചർ റോക്സിലെ മറ്റൊരു മെയിൻ ആക്ടിവിറ്റിയാണ് കയാക്കിങ്. അപ്പോൾ കയാക്കിങ് ചെയ്യുന്ന ഒരുപാട് പേര് നമുക്കിതിൽ കാണാം. അപ്പോൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത രീതിയിൽ കുറച്ച് ദൂരത്തേക്ക് മാറിയാണ് നമ്മുടെ ക്രൂസ് പോകുന്നത്. അടുത്തൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ക്രൂസ് പോകുന്നത്. കയാക്കിങ്കാർ ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഇതിനെയാണ് കേവ്സ് ഓഫ് ദ ബ്ലഡി ചീഫ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, പണ്ടത്തെ നേറ്റീവ് അമേരിക്കൻ ട്രൈബ്സ് യുദ്ധങ്ങളിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നവരെ ഇവിടെ കൊണ്ടുവന്ന് തടവിലാക്കുമായിരുന്നു. എന്നിട്ട് ഈ ലേക്ക് സുപ്പീരിയർ അവരെ കൊല്ലട്ടെ എന്നുള്ള രീതിക്ക് അവരെ ഇവിടെ തടവിലാക്കി വെക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു റോക്ക് ഫോർമേഷനെ കേവ്സ് ഓഫ് ദ ബ്ലഡി ചീഫ്സ് എന്ന് പറയുന്നത്. പിക്ചർ റോക്സിലെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ഒരു റോക്സ് ഫോർമേഷനാണ് ലവേഴ്സ് ലീപ്പ്. ഇതാണ് ലവേഴ്സ് ലീപ്പ്. ഇതിന് ഈ ഒരു പേര് ലഭിക്കാൻ കാരണം, ഒരു നേറ്റീവ് അമേരിക്കനായിട്ടുള്ള സ്ത്രീ അവരുടെ കാമുകനാണെങ്കിൽ വേട്ടയ്ക്ക് പോയിരുന്നു. അപ്പോൾ ആ വേട്ടയ്ക്ക് പോയിട്ട് ആ പുള്ളിക്കാരൻ തിരിച്ചു വന്നില്ല. അപ്പോൾ ആ ഒരു വിഷമത്തിൽ അവർ ഈ ക്ലിഫിൻ്റെ മുകളിൽ നിന്നും എടുത്ത് ചാടി മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു റോക്കിന് ലവേഴ്സ് ലീപ്പ് എന്നുള്ള പേര് കിട്ടിയത്. ഈ കാണുന്നതാണ് റെയിൻബോ കേവ്. പിക്ചേർഡ് റോക്കിലെ ലാർജസ്റ്റ് കേവാണ് റെയിൻബോ കേവ്. മൾട്ടി കളേർഡായിട്ടുള്ള മിനറൽസിനെ നമുക്ക് ഈ ഒരു കേവിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ റെയിൻബോ കേവ് എന്ന് വിളിക്കുന്നത്. കയാക്ക് ചെയ്ത് നമ്മൾ ഈ കേവിന് ഉള്ളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഈ മൾട്ടി കളേർഡായിട്ടുള്ള മിനറൽസൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഇന്ത്യൻ ഹെഡ് റോക്കിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് ഇന്ത്യൻ ഹെഡ് റോക്ക്. ഈ വലിയ റോക്കിന് ഈ പേര് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ഹെഡിൻ്റെ ഒരു രൂപമുള്ളതായിട്ട് തോന്നിക്കുന്നത് കൊണ്ടാണ്. ഇന്ത്യൻ ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പണ്ട് ഇവിടുത്തെ നേറ്റീവ് അമേരിക്കൻസിനെ വിളിച്ചിരുന്നതാണ് ഇന്ത്യൻസ് എന്ന്. അപ്പോൾ അവരുടെ തല കൊത്തിയെടുത്തതുപോലെ തോന്നുന്നത് കൊണ്ടാണ് ഇന്ത്യൻ ഹെഡ് റോക്ക് എന്ന പേര് വന്നത്. Kind of looks three-dimensional. See a jawline, cheekbone, even an ear. Well, Indian Head Rock is 180 feet high. This large archway is called Grand Portal. According to government charts, Grand Portal is the highest rock formation along the pictured rocks, towering right around 210 feet high. 25 years ago, you used to be able to fit a small boat in through there, but now you pretty much have to rock climb.
അടുത്ത റോക്ക് ഫോർമേഷനാണിത്, ഗ്രാൻഡ് പോർട്ടൽ. ഇതൊരു വലിയ ആർച്ച് പോലുള്ള ഒരു റോക്ക് ഫോർമേഷൻ ആയിരുന്നു. അപ്പം ഇതിലൂടെ വലിയ ബോട്ട്സൊക്കെ പണ്ട് പോയിരുന്നു. പിന്നീട് 1906 ഈ ഒരു കാവേൺസിൻ്റെ റൂഫ് തകർന്ന് താഴെ പതിച്ചു. അപ്പം അതിനുശേഷം വലിയ ബോട്ടുകളോ അങ്ങനെ ഒന്നും പോകാൻ പറ്റിയിരുന്നില്ല. Well, there's the beach, and here they come now. Battleship Row. ഇതാണ് ബാറ്റിൽഷിപ്പ് റോക്ക്. അപ്പം ഈ ബാറ്റിൽഷിപ്പ് റോക്കിന് പേര് വന്നത് യുദ്ധക്കപ്പലിൻ്റെ ഒരു രൂപം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു റോക്കിന് അങ്ങനെ ഒരു പേര് കിട്ടിയത്. Flowers in the rock as the base. Kind of has a narrow waist or stem with a flared bottom and a chip off the right. Some people from the Detroit area say it looks a lot like this Stanley Cup. I'm surprised they can still remember what the Stanley Cup looks like. Well, this next formation is called the Indian drums. Kind of look like bear's legs. When a 15-foot wave comes crashing into here, sounds a lot like thunder. Well, this is Chapel Cove. Have any of you ever... അപ്പം നമ്മൾ ഇത്രയും നേരം കണ്ടതായിരുന്നു ചാപ്പൽ കോവ്. ഇതിന് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നത് കാണാനായിട്ട്. അതിന് മുകളിലൊരു പുള്ളി ഇങ്ങനെ വന്ന് ആ ട്രെയിലിൽ കൂടെ നടന്ന് വന്നതാണ് കേട്ടോ. ആ പുള്ളിയോട് ഒന്ന് ഇങ്ങനെ കണ്ട് എല്ലാവർക്കും ഹായ് ഒക്കെ പറഞ്ഞ് അവിടെ നിൽക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ ഉള്ളിലേക്ക് പോയ ഒരു സംഭവം. The Chapel River. ഇതാണ് ചാപ്പൽ റോക്ക്. അപ്പം ചാപ്പൽ റോക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, കാരണം ഞങ്ങൾ ഇനി ചാപ്പൽ റോക്കിൻ്റെ അടുത്ത് ആ ട്രെയിലിലൂടെ നടന്ന് അവിടെ എത്തുന്നുണ്ട്. അപ്പം അന്നേരം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. Well, there's not enough soil up there for that tree to survive. The only way it gets its water and nutrients is from its roots that hang over to the mainland. The tree is supporting those roots, but that came crashing down over 60 years ago. Yet, the tree lives on. അങ്ങനെ റോക്ക് ഫോർമേഷൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ട് സ്പ്രേ ഫോൾസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. We've reached our last point of interest, but despite its beauty, Spray Falls is also the site of one of the earliest and worst maritime disasters on Lake Superior. Back in 1856, the side-wheel passenger vessel, the Superior, lost its rudder and capabilities to maneuver in an October snowstorm. Crashed up against a cliff and broke into pieces. 2 crew and passengers lost their lives. ലേക്ക് സുപ്പീരിയർ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ടർക്കോയിസ് നിറം തന്നെ നല്ല രസമുണ്ടായിരുന്നു. സർഫസ് ഏരിയ എടുത്താൽ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ് ഈ ലേക്ക് സുപ്പീരിയർ. വോളിയം എടുത്തു കഴിഞ്ഞാൽ 3ാമത്തെ വലിയ ഒരു ഫ്രഷ് വാട്ടർ ലേക്കാണ് ലേക്ക് സുപ്പീരിയർ. അങ്ങനെ നമ്മൾ വന്ന വഴി തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് ഈ നമ്മൾ കണ്ട മെയിൻ ഫോർമേഷൻ്റെ അവിടെയൊക്കെ കുറച്ച് നേരം നിർത്തി കൊടുക്കുകയാണ്, കാരണം അപ്പുറത്തെ വശം ഇരുന്നവർക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്.
ഇതാണ് ഈസ്റ്റ് ചാനൽ ലൈറ്റ് ഹൗസ്. മുൻസിങ്ങിലെ പണ്ടത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ലൈറ്റ് ഹൗസ് ആയിരുന്നു ഈസ്റ്റ് ചാനൽ ലൈറ്റ് ഹൗസ്. ഇത് ഗ്രാൻഡ് ഐലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. The last man to run the old lighthouse was a man named George Breyer. He lived out here in considerable isolation with his small family. And when I mean small family, it was just him, his wife, and their 12 children. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 2 മണിക്കൂർ ടൂറ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് കയറിയിട്ട് തന്നെ പോവാണ് ഇറങ്ങാനായിട്ട്. അങ്ങനെ 2 മണിക്കൂറിൽ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പം കുറച്ച് ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ഹറിറ്റോസും പിന്നെ ടാക്കോസൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അവിടുത്തെ പാർക്കിൽ ഇങ്ങനെ ഇരുന്ന് വിശ്രമിക്കുമായിരുന്നു. നമ്മളിപ്പോൾ അവരുടെ ഓഫീസിലേക്ക് കാണാനായിട്ട് പോകുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു ബോട്ടിനകത്ത് ഷിപ്പൊക്കെ കാണാനായിട്ട് കൊണ്ടുപോകും. അപ്പോൾ അതിനായിട്ട് പോകും. അങ്ങനെ ഞങ്ങൾക്ക് ഞായറാഴ്ച രാവിലെ 10 മണിക്കായിരുന്നു ഷിപ്പ് ടൂറിൻ്റെ സമയം. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും അവിടെ എല്ലാവരും ക്യൂ നിന്നിരുന്നു. ഞങ്ങളും അതിൽ പോയി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പേരൊക്കെ വിളിച്ച് നമ്മളെ അകത്തേക്ക് കയറ്റി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് പോകുന്നതാണിത്. ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് സീറ്റുകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഈ സൈഡിലായിട്ടാണ് ഈ ഗ്ലാസ് ബോട്ടുള്ള ആ ഒരു പോർഷൻ. നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ ആ ഷിപ്രക്കൊക്കെ കാണുന്നത്. ഞായറാഴ്ച നല്ല കാറ്റും മഴയും ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെയാണ് നല്ല കാർമേഘമായിരുന്നു ഫുള്ള്. അതിൻ്റെ ബോട്ടിൻ്റെ പുറകിലായിട്ട് പോയി നിൽക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. കാറ്റിങ്ങനെ ചെറിയ കാറ്റേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിലായതുകൊണ്ട്. ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നല്ല കാറ്റാണ്, തൊപ്പിയൊക്കെ പറന്നു പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബാക്കിലാണ് കുറേ നേരം നിന്നത്. നല്ല സുഖമായിട്ട് ചെറിയ കാറ്റോടുകൂടി അങ്ങനെ ഫുൾ വ്യൂ എൻജോയ് ചെയ്ത് പോകാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഗ്ലാസ് ബോട്ടത്തിലൂടെയാണ് നമ്മളിത് വ്യൂ കാണുന്നത് ഷിപ്രക്കിൻ്റെ. ഇപ്പോൾ കണ്ട അവിടെ ഒരു വീൽ ചെയറിലൊക്കെ ഒരു ആളിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യുന്ന രീതിക്കാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അവർ ചെയ്തിരിക്കുന്നത്. അവർക്കൊന്നും ഒരു റെസ്ട്രിക്ഷൻസ് എങ്ങും വരുന്നില്ല. അതൊക്കെ എനിക്ക് വലിയ നല്ല കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എല്ലാവരും ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കാണുന്ന സമയമാകുമ്പോൾ എല്ലാവരും വന്ന് ഗ്ലാസ് ബോട്ടത്തിൻ്റെ അവിടെ വന്ന് നിന്ന് കാണും. നമ്മളിപ്പോൾ ആദ്യം കാണുന്നത് ബർമുഡ എന്ന് പറയുന്നൊരു ഷിപ്രക്കാണ്. അതാണിപ്പം ഈ കാണുന്നത്. 1800 കാലഘട്ടങ്ങളിൽ ഒരുപാട് ഇരുമ്പയിര് ഖനനം ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വുഡൻ ഷിപ്പുകൾ അവർ പണിയാനായിട്ട് തുടങ്ങി. എന്തിനെന്ന് വെച്ചാൽ ഈ ഇരുമ്പയരുകൾ കൊണ്ടുപോകാനായിട്ട് ഗ്രേറ്റ് ലേക്സിലൂടെ ആയിരുന്നു മിക്കതും കൊണ്ടുപോയിരുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് മോശമായ കാലാവസ്ഥ മൂലവും അതുപോലെ തന്നെ മറ്റ് നാവിഗേഷൻ പ്രോബ്ലംസ് കൊണ്ടും ഒക്കെ ഒരുപാട് ഷിപ്പുകൾ തകർന്നടിഞ്ഞിരുന്നു. അപ്പം ആ തകർന്നടിഞ്ഞ ഷിപ്പുകളിൽ കുറേയൊക്കെ ഈ നമ്മുടെ ഈ ലേക്കിന് അടിയിലായിട്ടാണ് ഉള്ളത്. അപ്പം ഈ ലേക്കിന് സർഫസിലായിട്ടുള്ള 2 ഷിപ്രക്കുകളാണ് ഇവർ ഈ ടൂറിൽ കാണിക്കുന്നത്. ഒന്ന് ബർമുഡ എന്ന് പറഞ്ഞ ഷിപ്രക്കും ഒന്ന് ഹെർമൻ എന്ന് പറഞ്ഞൊരു ഷിപ്രക്കും. ഈ ബർമുഡ എന്ന് പറയുന്നത് ഒരു ഷിപ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതൊരു സ്കൂണർ ടൈപ്പ് ഇതായിരുന്നു. കാരണം സ്കൂണർ എന്ന് പറയുമ്പോൾ സെയിൽ ബോട്ടിൻ്റെ കൂട്ടുള്ളൊരു സംഭവമായിരുന്നു ഈ ബർമുഡ എന്ന് പറയുന്നത്. 1860 കാലഘട്ടങ്ങളിലങ്ങാണ്ടാണ് ഇത് മുങ്ങിപ്പോയത്. ബർമുഡ കാണുന്നത് മുറേ ബേ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അവിടെയാണ് ഇത് മുങ്ങിപ്പോയത്. മറ്റേ ഹെർമൻ എന്ന് പറഞ്ഞ ഷിപ്പ് മുങ്ങിപ്പോയത് മൈനസ് കാസിൽ, പിക്ചർ റോക്സിൻ്റെ സമയത്ത് നമ്മൾ കണ്ടിരുന്നു. മൈനസ് കാസിൽ അതിൻ്റെ അടുത്തായിട്ടാണ് അത് മുങ്ങിപ്പോയത്. 1926 ഏതോ റോക്കിലെങ്ങാണ്ട് ഇടിച്ചിട്ടാണ് അത് തകർന്ന് മുങ്ങിപ്പോയത്. Captain of the Bermuda, his name was Michael Finney. At least that's what we think his name was, as he went under a fake name to attain ownership over this vessel. So if you really think about it, it is a pirate ship, and if you disagree...
അങ്ങനെ ബർമുഡ ഷിപ്രക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു നമ്മൾ തിരിച്ചു പോവാണ്. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് പോകും തോറും കാറ്റിൻ്റെ ശക്തി കൂടുന്നുണ്ട്. അത് കാരണം നമ്മൾ പോകുന്ന ബോട്ടിന് എന്തെങ്കിലും ചിലപ്പം അടി തട്ടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണമായേക്കും. അതുകൊണ്ട് തിരിച്ചു പോവാണെന്ന് പറഞ്ഞു. നമുക്കിനി കാണാനുള്ളത് ഹെർമൻ എച്ച് എന്ന് പറഞ്ഞ ആ ഒരു ഷിപ്രക്കും അത് ഈ മൈനസ് കാസിലും അതൊക്കെ തന്നെ കാണാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് മാത്രമായിരുന്നു ഇനി അവശേഷിക്കുന്നത്. ബാക്കി പിന്നെ ലൈറ്റ് ഹൗസും ഗ്രാൻഡ് ഐലൻഡൊക്കെ ആയിരുന്നു ആ ഭാഗങ്ങളാണ്. ലൈറ്റ് ഹൗസും ഗ്രാൻഡ് ഐലൻഡും ഈ പോകുന്ന വഴിക്ക് അവർ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഇന്നലെ നമ്മൾ പിക്ചർ റോക്സിൽ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾക്ക് മറ്റ് ഷിപ്രൊക്കെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു നമുക്ക് 50% റീഫണ്ടും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് 50% റീഫണ്ടും കിട്ടി. ബാക്കി ഇത് കാണാൻ പറ്റാത്തത് കൊണ്ട്. Beachdale Lighthouse is one of the oldest lighthouses built on the Great Lakes. They began building most of these structures after the Soo Locks opened for shipping traffic in 1855. Prior, he lived out here with his wife. They raised a few of their kids out here. അങ്ങനെ പിക്ചർ റോക്സ് ടൂറിൽ പോയി കണ്ട ലൈറ്റ് ഹൗസിൻ്റെ ഉപയോഗം ഒന്നും കൂടെ കാണാൻ പറ്റി. പിന്നെ ഈ കാണുന്നതെല്ലാം ഗ്രാൻഡ് ഐലൻഡിൻ്റെ ഭാഗങ്ങളാണ്. അവിടെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം പോലെയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാമായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആ മേഘങ്ങൾ കാണാൻ നല്ല ഭംഗിയില്ലേ? ആ ലേക്കിനടുത്തേക്ക് ആ മേഘങ്ങൾ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഷിപ്രക്ക് ടൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ആ കയറിയ ഡെക്കിൻ്റെ അടുത്ത് തന്നെ വന്നു. തിരിച്ചിറങ്ങാൻ പോവാണ്. ഹോട്ടലിന് മുൻപിലുള്ള ബിൽഡിങ്ങിൽ കുറേ സീകൾ ഇരിപ്പുണ്ടായിരുന്നു. രാവിലെ പോയപ്പോഴും അവിടെ ഉണ്ട്, തിരിച്ച് വന്നപ്പോഴും അതുപോലെ തന്നെ അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് എത്തിയത് ഡോഗ് പാച്ച് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് മുനിസിങ്ങിലുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുൾ വുഡൻ വർക്ക്, നല്ല ട്രഡീഷണൽ രീതിയിലാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് പണിഞ്ഞിരിക്കുന്നത്. നമ്മൾ ക്യൂവിൽ നിന്നിട്ട് അവർ നമുക്ക് ഓരോ സീറ്റ് ഇങ്ങനെ അലോക്കേറ്റ് ചെയ്ത് നമ്മൾ അതിൽ പോയിരിക്കുന്നു. പിന്നെ അങ്ങനെ ആയിരുന്നു അവിടുത്തെ പരിപാടി. അങ്ങനെ ഇതാണ് മെനു ആയിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു വൈറ്റ് ഫിഷ് ബാസ്ക്കറ്റും പിന്നെ 2 ബർഗറും ആണ് പറഞ്ഞത്. അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, നോർത്ത് സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇന്ത്യൻ ഫുഡ്സൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഈ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇപ്പം തന്നെ നല്ല ലെന്തി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.